ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും ആദ്യമായി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചില മനുഷ്യരെ മാറ്റി നിർത്താറുണ്ട്, ഇല്ലേ? നമ്മൾ ചില ദിവസങ്ങളിൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കണ്ടുമുട്ടുന്ന ചില ഭിക്ഷക്കാരെ, അല്ലെങ്കിൽ മുടിയൊക്കെ ജട പിടിച്ച് ആകെ വികൃതമായി നടക്കുന്ന ചില മനുഷ്യരെയൊക്കെ നമ്മൾ അറപ്പോടും വെറുപ്പോടും കൂടെ മാറ്റി നിർത്താറുണ്ട്. ഇതുപോലൊക്കെ തന്നെയാണ് മിസ്റ്റർ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കുഷ്ഠരോഗികളോട് അങ്ങേയറ്റം അറപ്പും വെറുപ്പുമുള്ളവനായിരുന്നു മിസ്റ്റർ ഫ്രാൻസിസ്. കുഷ്ഠരോഗികൾ വരുന്നത് കാണുന്ന ആ മാത്രമേ തന്നെ അവൻ ഓടി അകലുമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുവാനും അവനെ അകമഴിഞ്ഞ് സ്നേഹിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ മിസ്റ്റർ ഫ്രാൻസിസിന് ഈ കുഷ്ഠരോഗികളോടുള്ള ഈ അറപ്പും വെറുപ്പും ഒക്കെ മാറി അവരോട് വലിയൊരു അനുകമ്പയും വലിയ സ്നേഹവും ഒക്കെ ഉണ്ടാകാനായിട്ടിടയായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്ദർഭം നമുക്ക് ഫ്രാൻസിസിൻ്റെ ജീവചരിത്ര പുസ്തകത്തിൽ വായിക്കുമ്പോഴായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ദിവസം ഫ്രാൻസിസ് വഴി നടന്നു പോകുമ്പോൾ ഒരു കുഷ്ഠരോഗിയെ കണ്ടുമുട്ടുന്നുണ്ട്. കണ്ടുമുട്ടിയ മാത്രയിൽ മിസ്റ്റർ ഫ്രാൻസിസ് ആകപ്പാടെ പകപ്പോടുകൂടെ പകച്ചു നിൽക്കുകയാണ്, എന്തു ചെയ്യണമെന്നറിയാതെ. എന്നാൽ അവൻ്റെ ഉള്ളിലുള്ള ആ വലിയ ദൈവത്തിനോടുള്ള വലിയ സ്നേഹം, ക്രിസ്തുവിനോട് വലിയ സ്നേഹം അവനോട് ആരോ ഇങ്ങനെ പറയുന്നത് പോലെ അവന് തോന്നി. നീ ചെന്ന് കെട്ടിപ്പിടിക്കുക, ഒന്ന് ചുംബിക്കുകയെന്ന്. അവർ രണ്ടും കൽപ്പിച്ച് ഈ കുഷ്ഠരോഗിയുടെ അടുത്ത് പോയി കെട്ടിപ്പിടിക്കുകയും ഈ കുഷ്ഠരോഗിയെ ചുംബിക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കുഷ്ഠരോഗിയെ അവൻ കാണുന്നില്ല. ഇപ്പോൾ ചരിത്രകാരൻ പറയുന്നത് അത് ക്രിസ്തുവായിരുന്നു എന്നുള്ളതാണ്. അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഫ്രാൻസിസിന് അന്ന് വരെ ഉണ്ടായിരുന്ന അറപ്പും വെറുപ്പും മാറിയത് അവരിലുള്ള ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടുമുട്ടാനായിട്ട് ഇടയായപ്പോഴാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായം 36-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്ന്. ഇത് കേൾക്കുന്ന നീതിമാന്മാർ ചോദിക്കുന്നുണ്ട്, നിന്നെ എപ്പോഴാണ് ഞങ്ങൾ വന്ന് കണ്ടത്? നിന്നെ എപ്പോഴാണ് ഞങ്ങൾ വന്ന് ഉടുപ്പിച്ചത്? നിന്നെ എപ്പോഴാണ് ഞങ്ങൾ ശുശ്രൂഷിച്ചത്? ഈശോ പറയുന്നു, നിങ്ങൾ എപ്പോഴൊക്കെ കാരാഗ്രഹത്തിൽ വന്ന് കാരാഗ്രഹവാസികളെ കാണുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ എന്നെയാണ് സന്ദർശിച്ചത്. നിങ്ങൾ എപ്പോഴൊക്കെ നഗ്നനായ ആളുകളെ ഉടുപ്പിക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ എന്നെയാണ് ഉടുപ്പിക്കുന്നത്. എപ്പോഴൊക്കെ രോഗികളായവരെ ശുശ്രൂഷിക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ എന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മറ്റൊരു വചനഭാഗം ഞാൻ നിങ്ങളോട് പറയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ മുതലുള്ള വാക്യത്തിൽ ദൈവം അബ്രാഹത്തോട് പറയുന്നുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, നമുക്ക് ചുറ്റുമുള്ള ഈ മനുഷ്യരിലൊക്കെ ദൈവത്തിൻ്റെ കൃപ എത്രമാത്രം ഉണ്ട് നമുക്ക് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. ഞാൻ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുക, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരു മനുഷ്യരെയും അത് പാവങ്ങളെന്നോ ദരിദ്രനെന്നോ സവർണനെന്നോ രോഗിയെന്നോ എന്നോ നമ്മൾ കരുതി മാറ്റി നിർത്തുകയില്ല. എല്ലാവരെയും നമുക്ക് കൂട്ടിച്ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ ഒരു ദൈവിക സ്നേഹം മറ്റുള്ളവരിലുള്ളതൊക്കെ ദൈവത്തിൻ്റെ ഛായയാണ് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടെ നമുക്ക് ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ഒരു ജീവിതം വളരെ മനോഹരവും സുന്ദരവുമാണ്. ഈ ഒരു ചിന്ത മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.